ഹായ്. അപ്പോ നമ്മുടെ പാർട്ട് 3 ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത്. അപ്പൊ നമ്മള് 2 ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ല ബാലൻസ് ഇനിയും നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് നോക്കാനായിട്ട്? 3 ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് ഈ ഒരു പാർട്ടിൽ നോക്കാനുണ്ട്. അപ്പൊ എല്ലാരും വീട്ടില് സേഫ് ആയിട്ട് ഇരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, സമയം കളയണ്ട അല്ലേ. ആ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുകയാണ്. റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് natural numbers living remainder 1 on division by 3 and the sequence of natural numbers living remainder 2 on the division by 3. എന്താ പറഞ്ഞിരിക്കണേ? 3 കൊണ്ട് ഡിവിഷൻ ചെയ്യണം. ആദ്യത്തെ പാർട്ട് പറഞ്ഞിരിക്കുന്നത് 3 കൊണ്ട് തന്നെ ഡിവിഷൻ ചെയ്യണം. അതായത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഹരണം ചെയ്യണം 3 കൊണ്ട്. നാച്ചുറൽ നമ്പേഴ്സിന്, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താ? എണ്ണ സംഖ്യകളില്ലേ നമ്മുടെ, ആ സംഖ്യകളെ വെച്ചിട്ട് എന്ത് ചെയ്യണം? ഹരണം ചെയ്യണം, ഹരിക്കണം, ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോ റിമൈൻഡർ എത്ര കിട്ടണം എന്നാ പറഞ്ഞ? ആദ്യം 1. റിമൈൻഡർ എന്ന് വെച്ചാൽ എന്താ? മലയാളത്തിൽ എന്ത് പറയാം നമുക്ക്? ശിഷ്ടം അല്ലെ? ഹരണം ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് താഴെ വരുന്ന ഒരു സംഖ്യ ഉണ്ടാവും. ഒന്നെങ്കിൽ സംഖ്യ ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്കിപ്പം 0 ലഭിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടാനുസരണം നമ്മൾ ഹരണം നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലെ. അപ്പോ അതാണ് ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞേക്കുന്നു 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം എന്നാ പറഞ്ഞേക്കണേ? റിമൈൻഡർ 1. അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ നാച്ചുറൽ നമ്പേഴ്സിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടണം. അപ്പം അങ്ങനെ അതിന്റെ രണ്ടിന്റെയും എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നത്? സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോ സീക്വൻസ് ഇൻ നാച്ചുറൽ നമ്പേഴ്സിൽ നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമുക്ക് നോക്കാം എങ്ങനെയാന്ന്. പിന്നെ അതിലൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി 3 കൊണ്ട് നമ്മൾ സംഖ്യകളെ നാച്ചുറൽ നമ്പേഴ്സിനെ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 2 റിമൈൻഡർ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ അത് ഹരിച്ച് അങ്ങോട്ട് 0 ആയിട്ട് പോകും. ഞാൻ കാണിക്കാം. നമുക്ക് 3 കൊണ്ട് 3നെ തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. എത്ര വരും? 0 വന്നില്ലേ? അപ്പൊ ഇത് 3ലും പോയി അല്ലെ. 0 ആണ് റിമൈൻഡർ. റിമൈൻഡറിന്റെ സ്ഥാനത്ത് ആരാ കിടക്കുന്നേ? 0. പക്ഷേ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 നോക്കാം, 4 നോക്കാം. 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പൊ എത്ര വന്നു? 1 അല്ലെ. അപ്പം 1 റിമൈൻഡർ വരുന്ന സംഖ്യകളെ ആദ്യം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കാം? ആരെ കൊണ്ട് ഡിവിഷൻ ചെയ്യണം എന്നാ പറഞ്ഞേക്കണേ? 3. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 3ന്റെ ടേബിൾ എടുത്ത് എഴുതി നോക്കാം. 3, 6, 9, 12, 15 സീക്വൻസ് എഴുതാനാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് മാക്സിമം ഇത്രയൊക്കെ മതി അല്ലേ. ഇതാണ് സംഖ്യകള് അല്ലെ. അപ്പോ നമ്മൾ ഇതിന് എന്ത് ചെയ്യണം? റിമൈൻഡർ നമ്മളിപ്പോ കണ്ടുപിടിക്കാൻ പോകുന്നത് അതായത് റിമൈൻഡർ എത്രയാ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്? 1 കിട്ടുന്ന സംഖ്യകൾ 3 കൊണ്ട് ഹരിച്ചാൽ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടുന്നത് നാച്ചുറൽ നമ്പേഴ്സിന് കേട്ടോ. അത് വിചാരിച്ച് നമുക്കിപ്പം അത് വിചാരിച്ച് ഹരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? 3 ഓരോരോ സംഖ്യകൾ എടുത്ത് നമുക്ക് 3 വെച്ച് ഹരിച്ച് പോവാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാനായിട്ട്. ഓക്കെ, അപ്പോ നമ്മുടെ ഇതിന്റെ മഷി തീർന്നു, അത് തന്നെ വേറെ എടുക്കാം കേട്ടാ. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ എപ്പോഴും മാത്സിൽ ആരിനൊക്കെ ആഡ് ചെയ്യാറ്? നമ്മുടെ ഇതില് കണക്കുകൾ ചെയ്യാനായിട്ട് നമ്മൾ ആരെയൊക്കെയാ കൂട്ടുകാരായിട്ട് എടുക്കണത്? എക്സ്, വൈ, എ, ബി അല്ലേ. അപ്പൊ നമുക്കിവിടെ എക്സ് ആയിട്ട് എടുക്കാം. എക്സ് എന്ന അതൊരു സംഖ്യയാണ്, ഏതോ ഒരു സംഖ്യ. നാച്ചുറൽ നമ്പേഴ്സിൽ ആരെ വേണമെങ്കിലും എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോ എക്സിനെ നമുക്ക് എന്ത് ചെയ്യണം? ആരുടെ കൂടെ ഡിവൈഡ് ചെയ്യാനാ പറഞ്ഞിരിക്കണേ? 3ന്റെ കൂടെ. 3ന്റെ കൂടെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോ അതില് നമുക്ക് റിമൈൻഡർ എത്ര കിട്ടണം എന്നാ പറഞ്ഞേ? 1. ഫസ്റ്റത്തെ പാർട്ടാണ്. അപ്പം ഈ എക്സിന്റെ സ്ഥാനത്ത് ആരൊക്കെ വരും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ടുള്ള ഒരു എളുപ്പവഴിയാണ് ഞാൻ പറഞ്ഞത്. 3 എന്ന സംഖ്യയാണല്ലോ മെയിൻ ആയിട്ട് നിൽക്കുന്ന ആള് അല്ലെ. ആ സംഖ്യയുടെ ടേബിൾ
നമുക്ക്, അതായത് ആ സംഖ്യയുടെ പ്രൊഡക്ട്സ് ആണ് ഇവിടെ എഴുതിയിട്ടേക്കുന്നത്. അതിന്റെ കൂടെ ആരെ നമുക്ക് ആഡ് ചെയ്യാം? പറഞ്ഞിരിക്കുന്ന റിമൈൻഡറിനെ നമുക്ക് ആഡ് ചെയ്താൽ ആരെ കിട്ടും? ഈ എക്സുകളെ കിട്ടും. നോക്കാം, ഇതെത്രയാണ്? 4. ഇതെത്രയാണ്? സോറി, 7, 10, 13 പ്ലസ് 1 16 അല്ലേ? നമുക്ക് വേണമെങ്കിൽ നോക്കാം കേട്ടോ. ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. നമ്മൾ നേരത്തെ എക്സാമ്പിൾ 4ന്റെ നോക്കിയായിരുന്നു. അപ്പൊ 7, ഇവിടെ 7 അല്ലേ കിടക്കുന്നേ? എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് ആരെ ഇടാം? 7. 7 ഡിവൈഡഡ് 3. അപ്പൊ റിമൈൻഡർ ആര് വരണം എന്നാ പറഞ്ഞ ഇവിടെ? 1. നമുക്ക് നോക്കാം വരുന്നുണ്ടോ ഇല്ലയോന്ന്. 2 6 വരും. 1. യെസ്, വരുന്നുണ്ട് അല്ലേ? റിമൈൻഡർ വരുന്നില്ലേ? അതുപോലെ നിങ്ങളൊന്ന് നോക്കിക്കേ വേഗം. ഒരു 5 മിനിറ്റ് ഒന്നും വേണ്ട അല്ലേ? ഈ ഒരു 10 അങ്ങനെ വരുന്നുണ്ട് നോക്കുക. അതായത് എക്സിന്റെ സ്ഥാനത്ത് ആരെ ഇടണം? 10 ഇടണം. എന്നിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. അതുപോലെ 13 എക്സിന്റെ സ്ഥാനത്തിട്ട് നോക്കുക. 16 എക്സിന്റെ സ്ഥാനത്തിട്ട് നോക്കുക. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റിമൈൻഡർ 1. 3 കൊണ്ട് നാച്ചുറൽ നമ്പേഴ്സിനെ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ? റിമൈൻഡർ 1 വരുന്ന കുറച്ച് സീക്വൻസ്, കുറച്ച് നമ്പറുകളുടെ ഒരു ശ്രേണികൾ നമുക്ക് കിട്ടും. അപ്പൊ ആ ശ്രേണികളെ നമുക്ക് എടുത്ത് എഴുതണ്ടേ? എങ്ങനെയാ? 4, 7, 10, 13, 16. റിമൈൻഡർ 1 വരുന്നത് മാത്രമേ നമ്മളിപ്പോ കണ്ടുപിടിച്ചിട്ടുള്ളൂ കേട്ടോ. ഇത് ക്ലാരിറ്റി വന്നു എന്ന് വിചാരിക്കണു. ഈ ഒരു സൂത്രം നോക്കിയാൽ മതി. എക്സിന്റെ സ്ഥാനത്ത് ആരെ വരണം എന്നാ പറഞ്ഞേക്കണേ. അപ്പം ഇത് ക്ലിയർ ആയില്ലേ? ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ മനസ്സിലായിട്ടില്ലെങ്കിൽ റിവൈൻഡ് ചെയ്ത് കാണുക. അല്ലാന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പം ഇതുപോലെ തന്നെ റിമൈൻഡർ ഇനി ആര് വരണം എന്നാ പറഞ്ഞിരിക്കണേ? ഇതിൽ തന്നെ 3 കൊണ്ട് ഹരണം ചെയ്യുമ്പോൾ, ഡിവൈഡ് ചെയ്യുമ്പോൾ 2 വരണം. നമുക്ക് നോക്കാം. ഇതേ രീതിക്ക് തന്നെ നോക്കാം കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മൾ റിമൈൻഡർ 1ന്റെ കാര്യം പറഞ്ഞത് ഓർത്ത് വെച്ചോളൂ. അപ്പം അതേ രീതിക്ക് നമുക്ക് 2 റിമൈൻഡർ വരുന്നത് കണ്ടുപിടിക്കാൻ പറ്റും. 3 കൊണ്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്, 3 വെച്ച് തന്നെ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 3യുടെ പ്രൊഡക്ട്സിനെ, അതായത് 3യുടെ ടേബിളിന്റെ ആൻസേഴ്സിനെ നമുക്ക് എടുത്ത് എഴുതാം. 3, 6, പിന്നെന്താ 9, 12 അല്ലേ? ഇങ്ങനെയല്ലേ വരുന്നത്? 15 കൂടെ ഇരിക്കട്ടെ അല്ലേ? യെസ്. ഇതിന്റെ കൂടെ റിമൈൻഡർ ആര് വേണമെന്നാ പറഞ്ഞേക്കണേ? 2. അപ്പൊ നമുക്ക് നമ്മുടെ നേരത്തെ നമ്മൾ എഴുതിയ ആ ഒരു ഇക്വേഷൻ പോലത്തെ ഒരു സംഭവം നമ്മൾ കണ്ടുപിടിച്ചില്ലേ എക്സ് വെച്ചിട്ട്? അപ്പം എക്സ് എന്ന ആളുമുണ്ട്, പിന്നെ ആരാ? 3. പക്ഷെ ഇവിടെ റിമൈൻഡർ ആര് വരണം? 2. റിമൈൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരണം ചെയ്യുമ്പോൾ കിട്ടണ ശിഷ്ടം. ഓക്കെ, ഇവിടെ മാറ്റാണ് കേട്ടോ ഞാൻ റിമൈൻഡർ 2 എന്നുള്ളത്. ഓക്കെ, ഇനി ഈ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ ആൾക്കാരെ കണ്ടുപിടിക്കാണ് ചെയ്യേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു സൂത്രപ്പണി ഞാൻ പറഞ്ഞു. 3 പ്ലസ് ആരെ ആഡ് ചെയ്യാം? ഈ റിമൈൻഡർ നമുക്ക് തന്നിട്ടുണ്ട് 2 അല്ലെ? അപ്പം 5. ഓക്കെ, ഇപ്പൊ ഇവിടെ ഞാൻ നിർത്താണ്. ഇത് ശരിയാണോ ഇല്ലയോ നമുക്ക് അറിയണ്ടേ? എന്ത് ചെയ്യാം? നമുക്ക് എക്സിന്റെ സ്ഥാനത്ത് ഈ കിട്ടിയിരിക്കുന്ന 5നെ ഇടാം. എന്നിട്ട് നമുക്ക് റിമൈൻഡർ 2 കിട്ടുന്നുണ്ടോ നോക്കണ്ടേ? യെസ്, റിമൈൻഡർ 2 കിട്ടി. അതുപോലെ തന്നെ ഇതും ക്ലിയർ ആണോ നോക്കണം. എന്നിട്ട് പ്ലസ് ചെയ്ത് പോവാം. എക്സിന്റെ സ്ഥാനത്ത് 8നെ ഇട്ടു. യെസ്, റിമൈൻഡർ 2. ഇതൊക്കെ ഹരിച്ച് നോക്കാം, അതായത് ഡിവൈഡ് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണല്ലോ. അപ്പൊ എല്ലാം പ്ലസ് പ്ലസ് 2 പ്ലസ് 2. കാരണം റിമൈൻഡർ 2 ആയതുകൊണ്ടാണ് കേട്ടോ കോമൺ ആയിട്ട് നമ്മൾ 2നെ വെച്ച് ആഡ് ചെയ്യുന്നത്. യെസ്, അപ്പോ നമുക്ക് കിട്ടിയില്ലേ റിമൈൻഡർ? ഇത് റിമൈൻഡർ 1ന്റെയും ഇവിടെ നമുക്ക് ഇനി റിമൈൻഡർ 2ന്റെ ശ്രേണികൾ എങ്ങനെ വരും? 5, 8, 11, 14, 17 അങ്ങനെ വരില്ലേ? ഇതൊക്കെ ഞാൻ മാറ്റിയാണ്.
അപ്പൊ മനസ്സിലായോ എങ്ങനെയാ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റിയെന്നുള്ളത്? 3 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞു. റിമൈൻഡർ എത്ര വരുന്ന അവര് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഒന്ന് വരുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 3ന്റെ ടേബിൾ എഴുതിയിട്ട് പറഞ്ഞിരിക്കുന്ന റിമൈൻഡറിനെ ആഡ് ചെയ്ത് പോയപ്പോൾ നമുക്ക് ആ സംഖ്യാശ്രേണി ലഭിച്ചു. അതുപോലെ തന്നെ ഈ 3 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ, ഹരിക്കുമ്പോൾ റിമൈൻഡർ എത്ര വരും എന്ന് പറഞ്ഞു? 2 വരും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് അതുപോലെ തന്നെ എന്ത് ചെയ്തു? 3ന്റെ പ്രൊഡക്ട്സ്, 3ന്റെ ടേബിളുകൾ എഴുതി ഈ പറഞ്ഞിരിക്കുന്ന റിമൈൻഡറിനെ പ്ലസ് ചെയ്തു. അപ്പൊ ഈസി ആയിട്ട് നമ്പർ കിട്ടിയില്ലേ? എളുപ്പല്ലേ? ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടാ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ending in 1 or 6 and describe it in 2 other ways. 2 other ways ഡിസ്ക്രൈബ് ചെയ്യാനും പറഞ്ഞിരിക്കുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്വൻസ്, നമ്പേഴ്സിന്റെ സീക്വൻസ് എഴുതണം. പിന്നെന്താ, അത് ഏത് രീതിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്? നമ്പേഴ്സ് ലാസ്റ്റ് ആരൊക്കെ വരണം? 1ഉം 6ഉം മാത്രം വരുന്ന നമ്പേഴ്സിന്റെ സീക്വൻസസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എളുപ്പമല്ല എഴുതാനായിട്ട്. ആദ്യം നമുക്ക് സീക്വൻസ് എഴുതാം. സീക്വൻസ് എഴുതുമ്പോ എങ്ങനെയാ? 1, പിന്നെ ആര് വരാൻ പറഞ്ഞു? ലാസ്റ്റ് 6 അല്ലെ? 6, പിന്നെയോ? പിന്നെ 1 വരുന്നത് ആരാണ്? 11 അല്ലെ? പിന്നെയോ അടുത്തത് പിന്നെ 6 വരണം. 6നെ മറക്കരുത് കേട്ടാ. 16. അത് കഴിഞ്ഞാ പിന്നെയോ? പിന്നെ 1, 21. അത് കഴിഞ്ഞാ 26. അപ്പൊ അങ്ങനെ അങ്ങോട്ട് പോകും. അപ്പൊ നമ്മള് സീക്വൻസ് കിട്ടിയില്ലേ? എളുപ്പല്ലേ? അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു 1ഉം 7ഉം വരുന്ന സീക്വൻസ് എഴുതാൻ പറഞ്ഞാൽ എളുപ്പല്ലേ? 1, 7, 11, 17, പിന്നെന്താ 21, 27 ലൈക്ക് അങ്ങനെ അങ്ങ് പോകും. അപ്പൊ ഇത് എളുപ്പമുള്ളൊരു എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സീക്വൻസ് എഴുതി. ഇനി ഇതിലെന്താ ചെയ്യാൻ പറഞ്ഞേക്കണേ? ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇതിൽ നമുക്ക് എന്താ മനസ്സിലാവണേ? കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിന്റെ ഉള്ളില്. നമ്മളത് മനസ്സിലാക്കിയിട്ട് ഏതാണെന്ന് എഴുതാം. 2 എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഇതിന് മുന്നേ ഒരു കണക്ക് ചെയ്തു അല്ലെ? ഏത്? നമ്മള് റിമൈൻഡർ 1 വരണം, റിമൈൻഡർ 2 വരണം. അപ്പൊ എണ്ണൽ സംഖ്യകൾ. അതുപോലെ ഇവിടെ ഒരു കോമൺ ആയിട്ട് നമുക്കൊരു ഒരു സൂത്രപ്പണി കാണാനുണ്ട്. എന്താണ്? ഈ 1ൽ നിന്നും 6ലേക്ക് എത്തണമെങ്കിൽ ഇവിടെ ഒരാള് കിടപ്പുണ്ട്. അത് ആരാണ് കിടക്കുന്നത്? ഈ 1ൽ നിന്നും 6ലേക്ക് വരണമെങ്കിൽ കുറച്ച് ആൾക്കാർ കൂടെ വരണം അല്ലെ? എത്രയാണ്? 5 അല്ലെ? അതുപോലെ തന്നെ ഈ 6ൽ നിന്നും 11ലേക്ക് എത്താൻ ഒരാളും കൂടി വരണല്ലോ. ആ സെയിം ആള് തന്നെയാണ്. ആര്? നമ്മുടെ ഈ ഒരു കണക്കിലത്തെ ഒരു രാജാവായിട്ട് എടുത്തു വേണമെങ്കിൽ 5 തന്നെയാണ്. അതുപോലെ ഇതിൽ നിന്നും ഇങ്ങോട്ട് പോകാനും, അതായത് 11ൽ നിന്നും 16ലേക്ക്, 11ൽ നിന്നും 16ലേക്ക് പോകാൻ വീണ്ടും 5. അപ്പം ഇവിടെയൊക്കെ ആ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ആളാണ് ആര്? 5 അല്ലെ? കോമൺ ആയിട്ടുള്ള ഒരാളാണ് ആര്? 5. അപ്പൊ അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇതിൽ നമുക്കൊരു പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതിക്കൂടെ? ഇതില് ആഡ് ചെയ്ത് വരുന്ന ആള് ആരാണ്? 5. ഞാൻ പറ്റുകയാണെങ്കിൽ ഇതിന്റെ ആ ഒരു ഡിസ്ക്രൈബ് ചെയ്ത വേർഡ്സും പാരഗ്രാഫ് പോലെ, പാരഗ്രാഫ് ഒന്നും ഉണ്ടാവില്ല, 2-3 ലൈൻസ് ഒക്കെ കാണുള്ളൂ. അത് ഞാൻ താഴെ എഴുതി കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ നോട്ട്സ് വേണമെങ്കിൽ എഴുതിയെടുക്കാമല്ലോ. അങ്ങനെ ഒരു എളുപ്പത്തിന് ഞാൻ അങ്ങനെ പറ്റുവാണെങ്കിൽ ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ അതിലൊരു നമുക്ക് ഒരു വഴി എഴുതി വെച്ചിട്ടുണ്ട് നമ്മള് അല്ലെ? 2 എണ്ണം എഴുതാനല്ലേ പറഞ്ഞേക്കണേ. അപ്പൊ അതിൽ 1 എണ്ണം കിട്ടി. ഇനി രണ്ടാമത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാച്ചുറൽ നമ്പേഴ്സിൽ നമ്മുടെ എണ്ണൽ സംഖ്യകളില് 5 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന സംഖ്യകളുടെ ശ്രേണികളാണ് ഇത്. മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പഠിച്ചു എന്ത്? 3 എന്ന സംഖ്യ വെച്ച് നാച്ചുറൽ നമ്പേഴ്സിനെ ഹരിക്കുമ്പോൾ റിമൈൻഡർ ആര് വരണം? ശിഷ്ടം ആര് വരണം എന്നാ പറഞ്ഞേ? 1. 1ഉം വരണം, 2ഉം വരണം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇവിടെ 1 എടുക്കാം. ആ 3 എന്ന സ്ഥാനത്ത് നമുക്ക് 5നെ എടുക്കാം. 5 കൊണ്ട് നാച്ചുറൽ നമ്പേഴ്സിനെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന സംഖ്യകളുടെ ശ്രേണികളാണ്. ഒന്ന് നോക്കിയാലോ? 5ന്റെ ടേബിൾ എഴുതാം അല്ലെ? 5 കൊണ്ടല്ലേ ഹരിക്കുന്നേ. അപ്പൊ 5ന്റെ പ്രൊഡക്ട്സിനെ എഴുതാം. യെസ്. എന്നിട്ട് എന്ത് ചെയ്യാം? റിമൈൻഡർ 1 കിട്ടുന്ന സംഖ്യകളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ 1 വെച്ച് ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാലോ? നമ്മൾ കഴിഞ്ഞ കുറച്ചു മുന്നേ തന്നെ നമ്മൾ നോക്കിയല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ
യെസ് അല്ലേ? സെയിം നമ്പേഴ്സ് തന്നെയല്ലേ ഇവിടെ കിടക്കുന്നത്? 6, 11, 16, 21. ശരിയല്ലേ പറഞ്ഞത്? അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ. അപ്പം 2 ഡിസ്ക്രൈബ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരുപാട് സംഭവങ്ങൾ ഇതിൽ കിടപ്പുണ്ട്. നമുക്കിവിടെ 2 പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായോ? വേണമെങ്കിൽ നമുക്ക് ഇനിയും എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് ഇതിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ ഈ പാർട്ടിലത്തെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണേ. എ ടാങ്ക് കണ്ടെയ്ൻസ് 1000 liters of water and it flows out at the rate of 5 liters per second. എന്താ പറഞ്ഞിരിക്കണേ? ഒരു ടാങ്കില് 1000 ലിറ്റർ വെള്ളമുണ്ട്. 1000 ലിറ്റർ വെള്ളമുണ്ട്. അതില് ഓരോ സെക്കൻഡിലും 5 ലിറ്റർ വീതം വെള്ളം ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കണു. ഓരോ സെക്കൻഡിലും 5 ലിറ്റർ വെള്ളം വീതം ഒഴുകിപ്പോകുന്നു. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ മച്ച് വാട്ടർ ഈസ് ദർ ഇൻ ദ ടാങ്ക് ആഫ്റ്റർ ഈച്ച് സെക്കൻഡ്. റൈറ്റ് ദ നമ്പേഴ്സ് ആസ് സീക്വൻസ്. വേറൊന്നല്ല, ഇപ്പോ ഓരോ സെക്കൻഡിൽ 5 ലിറ്റർ വെള്ളം അല്ലേ പോണത്. അപ്പൊ ആ 5 ലിറ്റർ വെള്ളം പോകുന്നതിനനുസരിച്ചുള്ള ആ സീക്വൻസസ് എഴുതാനാണ് പറഞ്ഞത്. ഓരോരോ സെക്കൻഡിന്റെയും നമ്പേഴ്സ്, ലിറ്റേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. മൊത്തം എത്ര ലിറ്റർ വെള്ളം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്? 1000 ലിറ്റർ വെള്ളമുണ്ട്. യെസ്, 1000 ലിറ്റർ വെള്ളമുണ്ട്. ഈ 1000 ലിറ്റർ വെള്ളത്തില് ഓരോ സെക്കൻഡ് വീതമാണ് എന്ത് പോകുന്നത്? ഓരോ സെക്കൻഡിലും എത്ര ലിറ്റർ വെള്ളം പോകുന്നുണ്ട് ഒഴുകിയിട്ട്? 5 ലിറ്റർ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് ആരിൽ നിന്നാണ്? 1000 നിന്നാണ്. 1000 ലിറ്റർ വെള്ളമുണ്ട്. ഒറ്റ സെക്കൻഡിൽ 5 ലിറ്റർ അങ്ങോട്ട് കുറഞ്ഞു. അപ്പൊ എന്താ ചെയ്യാ? 1000 നിന്നും 5 ലിറ്റർ കുറയ്ക്കുക. 995. ക്ലിയർ ആയോ? സീക്വൻസ് എന്ന് പറയുമ്പോൾ ഒരു 5 6 സംഖ്യകൾ എഴുതിയാൽ മതി. അതുപോലെ തന്നെ അടുത്ത ഒറ്റ സെക്കൻഡില് ഈ എമൗണ്ടിൽ നിന്നാണ്, അതായത് ഈ ലിറ്റർ വെള്ളത്തിൽ നിന്നാണ് 5 ലിറ്റർ കുറയുന്നത്. അപ്പൊ എത്രയാ? 990. അതേപോലെ തന്നെ ഈ 990 ലിറ്റർ വെള്ളത്തിൽ നിന്നും അടുത്ത സെക്കൻഡ് 5 ലിറ്റർ വെള്ളം കുറയുന്നു. 985. അതേ 85 നിന്നും, അതായത് 985 നിന്നും അതേ 5 ലിറ്റർ വെള്ളം കുറയുന്നു. അപ്പൊ എത്രയാ? ഈസി അല്ലേ കണക്ക്? ഇങ്ങനത്തെ ഒക്കെ ചോദ്യം വരികയാണെങ്കിൽ നമുക്ക് ഫുൾ ഓഫ് മാർക്ക് മേടിക്കാം അല്ലെ? യെസ്. അപ്പൊ ഇത് സീക്വൻസ് ആയില്ലേ? ആദ്യം എന്താ? 1000 അല്ലെ? 1000 കിടക്കുന്നു. 995, 990, 985, 980. അങ്ങനെ അങ്ങോട്ട് പോണു. ക്ലിയർ ആയോ? ഓക്കെ.